ഇതിനെക്കാട്ടിലും മുടിയുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഫേമസ് ആയില്ലേ? വയറായില്ലേ? അമ്മ നിന്റെയാണോ താറാവിന്റെ കളിപ്പാട്ടം? ഇങ്ങനെ കൊടുത്തു വിട്ടാണ്. എന്നാലും കുട്ടൂനെ വരച്ചില്ല. അതാണ് കുട്ടൂനെ വരച്ചില്ലല്ലേ? ബംഗാളികളുടെ മക്കളെ കുട്ടനെ വരയ്ക്കാൻ കുട്ടു കുട്ടു വരയ്ക്കുമല്ലോ സൂപ്പറായിട്ട്. ഞാൻ കണ്ടായിരുന്നു കുട്ടു വരയ്ക്കുന്ന. അടിപൊളിയാ, നൈസ്. അല്ലേ കുട്ടിക്ക് എങ്ങനെ വേണ്ടത്ര വരിയില്ലെന്ന് തോന്നും. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇവിടെ വായിച്ചത് പോലെ അതിന് അടുത്ത കളിയെ കൂടെ വെക്കണം. അല്ലെങ്കിൽ എനിക്ക് കൊല്ലംകാരെ ഇഷ്ടമല്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ കൊല്ലംകാരെ അതാ പറഞ്ഞത്. കൊല്ലത്തി കത്തിയെടുത്ത് കഴുത്തി വെച്ചിട്ട് ചോദിക്കണി. അവൻ പേടിച്ചു പോയി. ഒന്നും കൂടെ ചെയ്യുക. കഞ്ചാവ് വാസുവിനൊക്കെ എന്നെ ചെയ്യുക. അത് ഞാൻ മുഖത്ത് നോക്കാറില്ല. അയ്യ അതല്ല. രാവിലെ വിളിച്ചിട്ട് ഇപ്പോഴാണ്. കൊല്ലത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോ ഒരു പ്രശ്നമുള്ളൂ. ചോറിനൂടെ കൊണ്ട് പായസവും പരിപ്പും എല്ലാം മീൻകറി വിളമ്പി പോണതിന്റെ ഇടയ്ക്ക് കൊണ്ടത് ആയുധം വിളമ്പിച്ചു. അങ്ങനെയല്ല, കഴിച്ചു കഴിഞ്ഞിട്ട്. കൊല്ലത്തല്ല, കൊല്ലത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ എവിടെയോ ആണ്. അങ്ങോട്ടൊക്കെ ആ ഒരു പ്രശ്നമുള്ളൂ. സദ്യയിൽ കഴിച്ച് തീരുമ്പോ പായസം കൊണ്ടുവരും. അതല്ലേ? അല്ല, ഞാൻ ഓച്ചറ രണ്ടൊന്നും കല്യാണത്തിന് വേണ്ടേ ചോറ് കഴിച്ച് തീർന്നില്ല. അതിന് മുമ്പ് സൈഡിൽ കൊണ്ട് പായസം കൊണ്ടുവരും. പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഈ കൊല്ലംകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ചോറ് കഴിക്കാനും പറ്റില്ല. തനിക്ക് എന്നെ പോലൊരു വെണ്ണ താൻ എവിടെ കളഞ്ഞാലും കിട്ടത്തില്ല. അത് താൻ മറക്കില്ല. ഒരെണ്ണമുള്ളത് ഇപ്പൊ ചെയ്യില്ല. ഈ നാട്ടിലൊന്നും ഇവിടെ ഇല്ല. ഗ്രീഷ്മ പിന്നെ ജോളിയല്ലേ? എന്നാലും വീട് ഞാൻ പ്രവിത്തണ്ടേന്ന് അടിച്ചു മാറ്റിയത്. എന്ത് താറാവില്ല, ഇതെന്തുവാണ്? എന്ത് നമുക്ക് അടിക്കാൻ പറ്റാ? അല്ല നീ ഭാഗത്ത് കണ്ട ഫോട്ടോ നിൽക്കുന്ന സാധനത്തിന് കണ്ട അവളുടെ കണ്ണ് പൊട്ടിച്ച് നീ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കും. ഹലോ എന്താ ഒന്നും ഇതൊരു ഉടുപ്പ് വെച്ചത് ഇങ്ങനെയാണ് കല്ലുടെ നോക്കുന്നത്. കുഞ്ഞിനെ കൊണ്ട് കൊടുക്കടാ. കംപ്ലീറ്റ് ആയില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞാൽ എത്ര പേര്
പുള്ളിയുടെ ഇവിടെ പെരാസരിക്ക് കൊടുക്കാന്നും പറഞ്ഞു കുട്ടു വരയ്ക്കും. ഇതാരാടാ? അത് കാരണം മാറിപ്പോയത് ഇത് അവളല്ലേ? അത് ശരിയായില്ല. അത് ആദ്യം അത് എനിക്ക് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്താൽ ശരിയായ അല്ല ഹെയറിന്റെ അവിടെ ഇച്ചിരി എന്തോ പ്രശ്നം. പണി എടാ, ഇത് ഇച്ചിരി മുഖത്തിന് ഇച്ചിരി വണ്ണം കൊടുക്കാം. എന്റെ സൗന്ദര്യം വരച്ചു നിങ്ങളുടെ വേറെ വരച്ചിട്ടുണ്ട്. അല്ലടാ ഇത് ഇച്ചിരി കവൾ ഇച്ചിരി ഇവിടെ ഇച്ചിരി വണ്ണിച്ച് കൊടുത്താലേ എന്റെ അമ്മയെ കണക്കിന് എന്റെ സൗന്ദര്യം ആർക്കും വരയ്ക്കാൻ പോലും കഴിയില്ല, മനസ്സിലായോ? ഇത് പൊളിയായിട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞല്ലേ? അവളുടെ ബർത്ത്ഡേ കൂടെ കുത്തിട്ട് വരച്ചതാ, അന്ന് തന്നെ തീർത്ത്. ഒന്ന് ആലോചിച്ച് കുഴപ്പമില്ല, നോക്ക്. 3-4 മാസം അന്ന് തുടങ്ങി ചേച്ചി. ഇത് അങ്ങനെ കുറെ സമയം എടുത്ത് വരച്ചൊന്നുമല്ല, കുത്തിയിരുന്നൊരു വരയുണ്ട്, ആ വരയിൽ വരച്ചത്. അത് അങ്ങനെ ആ മൂഡില് വരച്ച് അത് തീർക്കും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതുമില്ല, കൊടുക്കാതെ വന്ന് പറയാ ശരിയായി. നല്ലതാണ്, അതിന് അടിപൊളിയായിട്ടുണ്ട്. കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു. ഇതല്ലേ? നിനക്ക് ഇതേലല്ല വരക്കണ്ടത്. നിന്റെ ഫോട്ടോ നിനക്ക് വരക്കാൻ വേറെ എന്റെ ഫോട്ടോ നിങ്ങൾ വരയ്ക്കാറില്ലല്ലോ. അതേലാ വരക്കാം. നോക്കിയേ. ഓ എന്തൊരു വൃത്തിയുടെ ഭാവം. സ്ഥായി എന്റെ ഭാവം. മുഖം അവളുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല, പക്ഷെ അവന്റെ അതാണ് വരച്ചിട്ടുണ്ട്. നീ അമ്മയും മോനും കൂടെ നടന്നു വന്നാ മതി. ഞാൻ പോവാ കേട്ടാ. അത് വൈകിട്ട് വരണേ. പോടാ. വേണ്ട നീ വൈകുന്നേരം കേട്ടാ. ഞാൻ ഇന്ന് സ്കൂളിൽ ഞാൻ ഇപ്പൊ മറ്റേ ശരിയാക്കി തരാം കേട്ടാ. എനിക്ക് കണ്ണനൊന്ന് കാണാനുണ്ട്. നീ നാളെ കളിച്ചോളാം. നല്ലവനാ. ഇല്ല വേണ്ട നിന്നെ ശരിയാക്കി തരാം. കുട്ടു നല്ലവനാടാ. നല്ലവനായ ഉണ്ണിനെ ശരിയാക്കി തരാം കേട്ടാ. ഇവൻ ആദ്യം പറഞ്ഞത് അറിയോ എന്റെ അടുത്ത്? ചിപ്പു അച്ഛനെ കിടന്ന ചിപ്പുന് മസിലില്ല. കളരി വിഷ്ണുവിനൊക്കെ നല്ല മസിലുണ്ട്. എങ്ങനെ അന്നേ നിന്നെ നോട്ടോട്ട് വെച്ചേ രണ്ടാമതേ എന്ത് എടാ അത് ഫാമിലി പാക്ക്. വേൾഡ് ബാക്ക്. ആ പ്ലിങ്ങണ്ടേ ഇനി പ്ലിങ്ങണ്ടേ പ്ലിങ്ങിയ മൊത്തം എനിക്ക് എന്ത്? സോറി. അല്ല അവിടെ പോയി ആശാന്റെ മുമ്പിൽ ഡാൻസ് കളിക്കണ്ടോ? 2 ലൈനുണ്ട് സ്കൂളിൽ. 2 ലൈൻ. അപ്പൊ ആദ്യം 1ാം ക്ലാസ്സിൽ പോയിട്ട് വന്ന് ആദ്യത്തെ സ്കൂളിൽ പോയിട്ട് അപ്പൊ എനിക്ക് പുതിയ ലൈനൊക്കെ വീണ്